അസ്സലാമു അലൈക്കും. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം എന്ന് പറയുന്നത് വർത്തമാനകാലത്ത് മനുഷ്യർ മനഃശാന്തി ആഗ്രഹിക്കുന്ന ഈ ഒരു കാലത്ത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വലിയൊരു ആശ്രയവും അത്താണിയുമാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറവും അവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു തങ്ങളവർകളും. മഹാനവറുകളുടെ 115ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായി വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആഗസ്റ്റ് 20 മുതൽ 24 വരെ കൂടിയ ദിവസങ്ങളിൽ, സഫർ 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ഇപ്രാവശ്യത്തെ കാര്യപരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ സമൂഹ സിയാറത്ത് മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു അവറുകളുടെ ഗുരുവര്യർ കൂടിയായ പെരുമ്പടപ്പ് നൂണക്കടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ റംലി മഹാനവറുകളുടെ മഖ്ബറ സിയാറത്തോടു കൂടിയാണ് പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പെരുമ്പടപ്പ് ബ്ലോക്ക് കുറുമ്പത്തയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അമ്പാട്ടയിൽ മൊയ്ദ് മുസ്ലിയാർ അവറുകളുടെ മക്കാം സിയാറത്തും, ശേഷം എരമംഗലത്ത് മറപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖ് ഇഷാ മുസ്ലിയാർ, ജിയാ മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാരുടെ മഖ്ബറ സിയാറത്തും നടത്തി ആത്മീയ ഗുരുക്കളുടെ സൂഫിധാരയിൽ മഹത് ജീവിതം നയിച്ച നമ്മുടെ മുൻഗാമികളുടെ പൊരുത്തം തേടിയാണ് എല്ലാ വർഷത്തെ എന്ന പോലെ തന്നെ ഇപ്രാവശ്യവും ആണ്ട് നേർച്ചയുടെ പരിപാടികൾ നടക്കുന്നത്. നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹല്ല് കമ്മിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു വർഷം പിന്നിടുന്ന ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ മഹല്ലിലെ വിവിധ സ്ഥാപനങ്ങളിലും മഹല്ലുമായി ബന്ധപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും കൊണ്ടുവരാൻ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സമയത്ത് ഇവിടെ സ്മരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം നവീകരിച്ച ബ്ലോക്കിൻ്റെ ഉദ്ഘാടന കർമ്മം, അതുപോലെ തന്നെ പെരുമ്പടപ്പ് പുത്തൻപള്ളി നൂണക്കടവ് ദർസ് പുനരാരംഭം, കുറുമ്പത്തയിൽ മക്കാം നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയ അനുബന്ധ പരിപാടികൾ കൂടി നമ്മുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടക്കുകയാണ്. അതുപോലെ തന്നെ ബഹുസ്വരതയുടെ വലിയൊരു ഉത്സവമായി, പെരുമ്പടപ്പിൻ്റെ വലിയ നാടിൻ്റെ ഒരു ആഘോഷമായാണ് ഈ വർഷത്തെയും ആണ്ട് നേർച്ച കൊണ്ടാടാൻ വേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ കമ്മിറ്റി അധികാരത്തിലെത്തിയതിന് ശേഷം ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അവിടെ അന്നദാനത്തിന് ഒരുങ്ങുന്ന, ഭക്ഷണം വാങ്ങാൻ വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന നാനാജാതി മതസ്ഥർക്ക് ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടി അതിലേക്ക് ആവശ്യമായ അരി, നെയ്യ്, മസാല തുടങ്ങിയ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടു കൂടി അത് സമാഹരിക്കുകയും മഹലിനകത്തും പുറത്തുമുള്ള മാന്യ സുഹൃത്തുക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് അത് കളക്ട് ചെയ്യുകയും ആ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ ആവശ്യമായ അന്നദാനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുങ്ങുന്നത്. അതൊരു നല്ല മാതൃകയായി ഈ വർഷവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ പിന്തുണയാണ് ആ വിഷയത്തിന് ഇപ്രാവശ്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കൂടി ഈ സമയത്ത് അടിവരയിട്ട് എടുത്തു പറയുകയാണ്. ആണ്ട് നേർച്ചയുടെ മുഴുവൻ കാര്യപരിപാടികളിലും, വിശിഷ്യ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ കേരളത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന മുഴുവൻ പ്രോഗ്രാമുകളിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.